മനുഷ്യൻ്റെ തലച്ചോറിലേക്ക് നേരറിവ് പകുത്തു വെച്ച് കൊടുക്കലാണ് മാധ്യമങ്ങളുടെ ദൗത്യം. ദീപിക ആ ദൗത്യത്തിൽ ഇപ്പോഴും, പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങൾ കൂടി വന്നപ്പോൾ, ദീപികയിലെ ഓൺലൈൻ മിടുക്കികളുടെ ആ മിടുക്കികളെ പ്രത്യേക സന്ദർഭത്തിൽ അഭിനന്ദിക്കണം. വർത്തമാനകാലത്തെ ദീപികയുടെ ഓൺലൈൻ പ്രസൻറ്റേഷന് എൻ്റെ തൃശ്ശൂരിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് കൂടി നൽകുകയാണ്. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൻ്റെ ഫാക്ട് ചെക്കിംഗ് സെക്ഷനുണ്ട്. ഫേസ്ബുക്കിൻ്റെ ഫാക്ട് ചെക്കിംഗ് സെക്ഷൻ. അപ്പോൾ എന്നെക്കുറിച്ച് തന്നെ വന്ന ഒരുപാട് ഒരു ഫേക്ക് വാർത്തകൾ നമ്മളൊന്നും പരാതി കൊടുക്കാതെ ഫേസ്ബുക്കിൻ്റെ ഫാക്ട് ചെക്കിംഗ് റിമൂവ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുക എന്ന അനുഭവം ഉണ്ടായി. പക്ഷെ ദീപികയുടെ ഓൺലൈനിൻ്റെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയ ഓൺലൈനിൻ്റെ ഒരു ഡിക്റ്റേഷനും അതിൻ്റെ ഒരു കമൻട്രിയും അതിൻ്റെ ഒരു നിഗമനങ്ങളും ഇന്ന് വരെ ഫാക്ട് ചെക്കിങ്ങിൻ്റെ പിടിയിൽപ്പെട്ടില്ല എന്നുള്ളത് അതിൻ്റെ സത്യസന്ധതയുടെ തെളിവാണ്. കാലം മാറിയപ്പോൾ പ്രിൻ്റഡ് മീഡിയയ്ക്കും വിഷ്വൽ മീഡിയയെയും ഒരുപക്ഷെ കടുത്ത വെല്ലുവിളി നേരിടുന്ന രീതിയിൽ ഓൺലൈൻ മീഡിയ ഭയങ്കര വർദ്ധിക്കുകയാണ്. അച്ഛന് ഒരു നെഞ്ചത്ത് കൈവച്ചൊരു അഭിവാദ്യം. ഇതാണ് എന്താ പറയുക, എങ്ങനെയായിരിക്കണം മോസ്റ്റ് മോഡേൺ? കാലത്തിനനുസരിച്ച് റീസെറ്റ് ചെയ്യുക എന്നുള്ളത്. കാലത്തിനനുസരിച്ച് മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യപ്പെടുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഇൻഡിവിജ്വൽ ഫോഴ്സ് എന്ന് പറഞ്ഞത്. അതിന് കാലത്തിനനുസരിച്ച് മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യുന്നതിൽ അച്ഛൻ നയിക്കുന്ന ദീപികയുടെ ഈ നല്ല വഴിക്ക് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ മനസ്സിൻ്റെ നല്ല പാഠം കൂടി എഴുതി ചേരുകയാണ്.